ഒരു ടർഫ് എഫ് ആർ പി എന്തായി? ടർഫ് എഫ് ആർ പി എന്താണ്? ടർഫ് എഫ് ആർ പി ശരി, മറ്റേ ഡേവിസിൻ്റെ അല്ലേ? ഞാൻ പറയാം. ഓക്കെ. എഫ് ആർ പിയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നലെ അൾട്രോൺ ആരെ അടിച്ചത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുണ്ട്. അതായത് അൾട്രോൺ ആരെ അടിച്ചതിൽ ഇതേപോലെ അതൊരു പുറത്തുനിന്ന് അടിച്ചതിൻ്റെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പി ഒ വി സഹിതം അയച്ചു കൊടുത്തായിരുന്നു. അതായത് എഫ് ആർ പിക്ക്, അതായത് അവർ സോൺ ഔട്ട് നിന്നാണ് അടിച്ചതെന്നുള്ള ഇതിൻ്റെ എഫ് ആർ പി എന്നുള്ളതിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അത് മറ്റേ അഡ്മിൻ സ്പെക്കിൽ അങ്ങനെ ഇത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കങ്ങനെ ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താ ഉണ്ടാവുക, അതായത് ഓപ്പോസിറ്റുള്ള പ്ലെയറിൻ്റെ പി ഒ വി ചോദിക്കും. അതായത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. കാരണം അഡ്മിൻ സ്പെക്ക് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടർഫിൻ്റെ സോൺ ഔട്ട് നിന്നാണോ അടിച്ചതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഗാങ്ങിൻ്റെ T47 പി ഒ വി ചോദിച്ചു. അതായത് നമ്മളെ അടിച്ചതിന് ഇതിലെ പി ഒ വി ചോദിച്ചു. സോ സംഭവം എന്താ വെച്ചാൽ T47 കയ്യിൽ പി ഒ വി ഇല്ല. അതായത് ആ പ്ലെയറിൻ്റെ മാത്രം പി ഒ വി ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ആ പ്ലെയറിൻ്റെ പി ഒ വി ഇല്ല, അതായത് അതുവരെയുള്ള പി ഒ വി ഇല്ല, അതിന് ശേഷമുള്ള പി ഒ വി ഉണ്ട്, ആ പി ഒ വി ഇല്ല T47 സൈഡിൽ നിന്ന്. അപ്പോൾ അവരുടെ സൈഡിൽ ആ പി ഒ വി ഇല്ല. അതായത് അവർ പറഞ്ഞാൽ ആ പ്ലെയറിൻ്റെ പി ഒ വി ഇല്ലയെന്നോ അതോ അതിന് ശേഷമുള്ള പി ഒ വി ഉണ്ട്, ആ പി ഒ വി ഇല്ല എന്നുള്ളതാണ് അത് പറഞ്ഞുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാലോ, അതായത് പി ഒ വി ഇല്ലാണ്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഒബ്വിയസ്ലി നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ കൺഫർമേഷൻ വന്നോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞത് ഇത്രയാണ്, അതായത് പി ഒ വി അവരുടെ ഇല്ല. അവരുടെ അഡ്മിൻ സൈഡിൽ നിന്ന് നമുക്ക് മറ്റേ ടർഫ് സോൺ ഔട്ട് നിന്ന് അടിച്ചതിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളിത് വിളിച്ച സമയത്ത് ഓപ്പോസിറ്റ് പ്ലെയറിനോട് പി ഒ വി ചോദിച്ച സമയത്ത് അവരുടെ കയ്യിൽ പി ഒ വി ഇല്ല. അതായത് ആ പ്ലെയറിൻ്റെ പി ഒ വി മാത്രമില്ല. സോ അത് തന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ആ സീനേരിയോൻ്റെ പി ഒ വി ഇല്ല, അത് കേട്ടിട്ടുള്ളതുണ്ടെന്ന് അങ്ങനത്തൊക്കെ പറയുന്നത്, എന്തൊക്കെ അറിഞ്ഞൂടാ. അപ്പോൾ പ്ലെയർ നെയിം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ ആക്ഷൻ ഫൈനൽ റെസ്പോൺസ് എന്താണ്, അല്ലെങ്കിൽ ഫൈനൽ ആക്ഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് നമുക്ക് തിരിച്ചു കിട്ടിയോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന്, അതായത് അവരിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് വേറെ എഫ് ആർ പിസും കാര്യങ്ങളൊന്നും കെ വിയുടെ സൈഡിൽ നിന്ന് ഇല്ലാത്ത പക്ഷം ഒബ്വിയസ്ലി അത് കെ വിക്ക് തന്നെയാണ് അത് എഫ് ആർ പി ബേസിൽ നമുക്ക് തിരിച്ചു കിട്ടുക. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു ഗൈസ്, നമ്മൾ അതുകൊണ്ട് നമ്മൾ തോറ്റുപോയതൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളത് തോൽവി അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ അവർ നന്നായി കളിച്ചുകൊണ്ട് അത് അവർ ജയിച്ചാണ്. അതിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടല്ലേ ടർഫ് സോൺ ഔട്ട് നിന്ന് അടിച്ചുകൊണ്ടാണ് നമ്മൾ തോറ്റത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒലത്തിയത്, അങ്ങനെയുള്ള വേറെ മഞ്ഞത്തിട്ടങ്ങളുടെ പോലത്തെ അങ്ങനത്തെ വേറെ വർത്താനം ഇതേ, അല്ലെങ്കിൽ ഞങ്ങൾ പി പ്ലേയേഴ്സ് ഇല്ല, ഞങ്ങളുടെ RP പ്ലേയേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവരില്ല ഇവരില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒലത്തിയേനെ, അങ്ങനത്തെ ഡയലോഗൊന്നും ഇല്ല. അവർ നന്നായി കളിച്ചു, അതുകൊണ്ട് നമ്മൾ തോറ്റ തന്നെയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മളത് എഫ് ആർ പി വരുന്ന സമയത്ത് അത് എഫ് ആർ പിയുടെ ബേസിൽ നമ്മളത് എടുക്കുന്നു. കാരണം ഒന്നാമത്തെ അതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ, ഒന്ന് നമുക്ക് ഇത് തിരിച്ച് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ലോയാലിറ്റി പോയിന്റ്സ് മറ്റേ ഇത് വേണം, ടർഫ് കാർഡ് വേണം. സോ നമ്മൾ അടുത്തത് ഒബ്വിയസ്ലി എന്തായാലും ടർഫ് ഡേവിസ് അടിച്ചെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബാക്കി ക്യാൻസർ എല്ലാം കൂട്ടി വിളിക്കാനും അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ്സ് വെറുതെ വേസ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് പേര് കളയാൻ വേണ്ടി നിൽക്കും. അതൊന്ന്. പിന്നെ ഈവൻ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്ക് അങ്ങനത്തെ എഫ് ആർ പി അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഒരു മര്യാദയും ഒരു ഗ്യാങ്ങിനടുത്തും കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ വാറിലാണ് ടർഫിൻ്റെ സോൺ ഔട്ടിൻ്റെ ജസ്റ്റ് ഒരു പൊടിക്ക് മറ്റേ വാസ്കോൻ്റെ ഒരു പൊടിക്കൊന്ന് അറ്റത്തോട്ടൊന്ന് സോൺ ഔട്ടൊന്ന് റോൾ ചെയ്യുന്ന സമയത്ത് കയറിയുള്ളൂ. ജസ്റ്റ് ഒരു പൊടിക്കൊന്ന് മാറിയതിന് തന്നെ എഫ് ആർ പി വിളിച്ചിട്ട് അത് റീടർഫ് വരെ ആക്കിയതാണ്. അത് അവരുടെ സൈഡിൽ നിന്ന് എഫ് ആർ പി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ടർഫ് അവർക്ക് പോയേനെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് അത് എല്ലാവരും പറഞ്ഞു വെച്ചാൽ അത് നമ്മളെ എഫ് ആർ പി വരികയാണെങ്കിൽ അത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എഫ് ആർ പിയിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇതാവട്ടെ, ഇനി അവർ അടിച്ചെടുക്കാൻ വരികയാണെങ്കിൽ ഞാൻ അടിച്ചെടുക്കട്ടെ എന്നുള്ള ഇതിൽ. സോ അതാണ് എഫ് ആർ പിയുടെ കേസ്. അത് ഇല്ലെന്ന് കൺഫേം ആയിട്ടില്ല, നമുക്ക് കിട്ടിയില്ലെന്ന് കൺഫേം ആയിട്ടില്ല. ഇങ്ങനെ ഒരു ചോദിച്ചപ്പോൾ പി ഒ ഇല്ല എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഡേവിസിൻ്റെ കേസ് വരുന്നത്. കളിയാക്കിയിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന T47 ആണെങ്കിലും നിങ്ങൾ മറ്റേ ടിവിയുടെ സിറ്റുവേഷനിലാണെങ്കിലും ഇതേപോലെ അവൻ്റെ വാൾക്കിംഗ് സ്റ്റൈൽ മാറ്റി എന്ന് പറഞ്ഞിട്ട് വരെ എഫ് ആർ പി വിളിച്ചവരാണ്. അപ്പോൾ എല്ലാ ഗ്യാങ്സും, ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, എല്ലാ ഗ്യാങ്സും ഇങ്ങനത്തെ എഫ് ആർ പി കേസ് വന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിലേ കൺസിഡർ ചെയ്യുള്ളൂ. ഒരു ടീമിനും അത് അങ്ങനെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ എടുത്തുള്ളത്. എഫ് ആർ പി വന്നുകൊണ്ട് അത് എഫ് ആർ പിയുടെ ബേസിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതിൽ, അല്ലെങ്കിൽ അവർ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളതിലാണ് നമ്മുടെ ഇതുള്ളത്. അപ്പോൾ നമ്മളതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡൗട്ട് തോന്നിയുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ പി ഒ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് അഡ്മിൻസ് ഡിസൈഡ് ചെയ്യട്ടെ അതെന്താണെന്നുള്ളത്.
സോ അതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, സ്റ്റിൽ അവർ നന്നായി കളിച്ചുള്ള ഒരു ഇതായിരുന്നു. നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു എന്തൊക്കെ മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ അത്